നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണല്ലോ. ഈ ക്വാർട്ടർ ഫൈനലിൽ യെല്ലോ കാർഡ് കിട്ടിയാൽ സെമി ഫൈനൽ നഷ്ടമാകും എന്ന തരത്തിൽ 20 താരങ്ങളാണ്, സുപ്രധാന താരങ്ങളുണ്ട്. മൈക്കൽ ഒലീസിയൊക്കെ ആ കൂട്ടത്തിലുള്ളതാണ്. ഒലീസയുടെ യെല്ലോ കാർഡ് റിവോക്ക് ചെയ്യാൻ വേണ്ടി ഫിഫക്ക് ഫ്രാൻസ് നിവേദനം കൊടുത്തിരുന്നു, പക്ഷേ അത് തള്ളിപ്പോയി. അതിപ്പോൾ ട്രംപ് വിളിച്ച് പറഞ്ഞിട്ട് റെഡ് കാർഡ് മാറ്റുന്ന പോലെയല്ല, അത് മാറ്റിക്കൊടുക്കും. അതുപോലെയല്ല ബാക്കിയുള്ളവർ പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഇൻഫാൻറ്റിനോ ഫിഫ ഒന്നും ഈ കാര്യത്തിൽ ഇടപെടാത്തത് കൊണ്ട് ഒലീസയുടെ യെല്ലോ കാർഡ് അതുപോലെ തന്നെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ 20 താരങ്ങൾ യെല്ലോ കാർഡായിട്ടുണ്ട്. ഈ ക്വാർട്ടർ ഫൈനലിൽ യെല്ലോ കാർഡ് കിട്ടിയാൽ അവർക്ക് സെമി ഫൈനൽ നഷ്ടമാകും. ആ സമയം ക്വാർട്ടർ ഫൈനലോടുകൂടി എല്ലാ യെല്ലോ കാർഡുകളും വൈപ്പ് ഔട്ടാകും. പിന്നെ അതായത് ഒരു യെല്ലോ കാർഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ സെമിയിലേക്ക് പോകുമ്പോൾ ആ കാർഡ് ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ എന്തായാലും ആരൊക്കെയാണ് 20 താരങ്ങൾ? ഏറ്റവും അധികം പ്രശ്നത്തിൽ നിൽക്കുന്നത് 5 താരങ്ങൾ വീതം സസ്പെൻഷൻ ഭീഷണിയിലുള്ളത് മൊറോക്കോക്കും ഇംഗ്ലണ്ടിനുമാണ്. ഇന്ന് കളിക്കാനിറങ്ങുന്ന മൊറോക്കോ അവർ ഫ്രാൻസിനെതിരെ നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് അവരുടെ പ്രധാന താരങ്ങളിൽ പലർക്കും ഈ ഒരു സസ്പെൻഷൻ ഭീഷണിയുള്ളത്. നോക്കാം ആരൊക്കെയാണെന്ന്. അഷ്റഫ് ഹക്കീമി, ഈസ ദിയോപ്പ്, അസദിൻ ഒനാഹി, റഡോനെ ഹലൽ, ബിലാൽ എൽ ഖന്നൂസ് എന്നിവർക്കാണ് ഈ ഒരു യെല്ലോ കാർഡിൻ്റെ ഭീഷണിയുള്ളത്. അതേസമയം ഇംഗ്ലണ്ടിലാണെങ്കിൽ ജൂഡ് ബെല്ലിംഗാം, ഡെക്ലാൻ റൈസ്, മാർഗോയി, നിക്കോ ഒഴീലി, ജോർഡൻ ഹെൻഡേഴ്സൺ എന്നിവർ ഈ ഒരു സസ്പെൻഷൻ ഭീഷണിയിലാണ്. ഫ്രാൻസിലാണെങ്കിൽ മാനു കോനെ, ബ്രാഡ്ലി ബർക്കോല, മൈക്കിൾ ഒലീസെ 3 പേരുണ്ട് സസ്പെൻഷൻ ഭീഷണിയിൽ. സ്വിറ്റ്സർലൻഡിലും 3 പേരുണ്ട്. ഗ്രാനിറ്റ് സാക്ക, ഡെനിസ് സക്കറിയ, അതുപോലെ മിറോ മൊഹെയിം എന്നിവരാണ്. ദെൻ നോർവേയിൽ ഒരു താരത്തിനാണുള്ളത്, അന്റോണിയോ ന്യൂസ. സ്പെയിനിൽ ഒരാളേ ഉള്ളൂ, ഫെറാൻ ടോറസ്. ബെൽജിയത്തിന് ഒരാളേ ഉള്ളൂ, ബ്രണ്ടൻ മെച്ചലെ. അർജൻറ്റീനയ്ക്ക് ഒരാളേ ഉള്ളൂ, ഗോൺസാലോ മൊണ്ടീൽ. അപ്പോൾ ഇത്രയും താരങ്ങളാണിപ്പോൾ സസ്പെൻഷൻ ഭീഷണിയിലുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.